ഞാനൊരു ബേക്കറി സ്റ്റൈലിലുള്ള ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസിൻ്റെ റെസിപ്പിയും കൂടി കാട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 1/2 kg തൂക്കം വരുന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സ്പോഞ്ചിനായിട്ട് ഞാനിപ്പോൾ 60 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 60 ഗ്രാം എന്ന് പറയുമ്പോൾ 1/2 കപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് 2-3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ടയുടെ വൈറ്റും യോക്ക് സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് പാർട്ടിലേക്ക് ഒട്ടും യോക്കിൻ്റെ പാട്ട് വീഴാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 60 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര ഗ്രാം മൈദ എടുത്തിരിക്കുന്നോ അത്രയും തന്നെ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം. പക്ഷേ നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ഒരു വെയിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ എസൻസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 തുള്ളി മിൽക്ക് എസൻസ്, പിന്നെ ചേർക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനിലയുടെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ബട്ടർ എസൻസ് ആഡ് ചെയ്യുന്നില്ല. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്തുകൊണ്ട് തന്നെ ബട്ടറിൻ്റെ എസൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് കിട്ടണം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് 30 ml പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 30 ml പകുതി ഓയിൽ ചേർത്ത് കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 15 ml ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്തിട്ട് കുറേ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം എഗ് വൈറ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇനി മിക്സ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്തെടുക്കണേ ഏറ്റവും നല്ലത്. പത അടങ്ങാതെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1/2 kg കേക്കൊക്കെയാണ് നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡിൽ കൂടി തന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു 3 ലെയറിലൊക്കെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇപ്പോൾ 2-3 രീതിയിൽ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി സ്പോഞ്ചി ആയിട്ട് കിട്ടും. അതുപോലെ കേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല ലെയറിൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 125 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഞാനിപ്പോൾ ഒരു ബലൂൺ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ലെയറായിട്ട് മുറിച്ചെടുക്കാം. ശരിക്കും സ്പോഞ്ച് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ളൊരു പാൻ ആയിരിക്കണം. അതിലേക്ക് 100 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇങ്ങനെ തന്നെ കിടന്നിട്ട് കാരമലൈസ് ആവണം. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ മാത്രം ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കി കൊടുത്താൽ ഷുഗറൊക്കെ ക്രിസ്റ്റലൈസ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര അത്യാവശ്യം കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറായ കയ്പ്പ് ചൊവ ഉണ്ടാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 30 ഗ്രാം കാണും. ഇതിപ്പോൾ ഞാനിപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ മിക്സാക്കി കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 100 ml ക്രീമും ഫ്രഷ് ക്രീമും അതിൻ്റെ കൂടെ ഒരു 50 ml പാലും കൂടി മിക്സ് ചെയ്ത കൂട്ടാണിത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
100 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി സാധാരണ നമ്മുടെ പാലും കൂടി ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. ഞാനിപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീം വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ആ കാരമലൈസ് ആയ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഏകദേശം 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കി എടുക്കണം. ഒരുവിധം തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് ആവും. ഇനി നമുക്ക് ഐസിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് നോൺ ഡയറി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാറിയ ശേഷം ഈ ഒരു ബട്ടർ സ്കോച്ച് സോസും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇനി കേക്ക് ബോണിൻ്റെ മീതേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ആ ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്താൽ മതി. ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിനായിട്ട് 3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. ഞാൻ 3 കേക്ക് ഇതുപോലത്തെ ഉണ്ടാക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ 3 അര കിലോ തൂക്കം വരുന്ന കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ക്രീം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് എടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മീതേക്കും കുറച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. ഈ കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത ശേഷം ഇതിലേക്ക് ഈ കാഷ്നട്ട് ഇട്ടിട്ട് പ്രാലയും റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള ബട്ടർ സ്കോച്ച് സോസും അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ആ പ്രാലയും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കേക്കിന് ചുറ്റും ഇതുപോലെ ആക്കി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് സോസ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ട് 3 കേക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ തൂക്കം വരുന്ന 3 കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സോസ് ബാക്കി ഉണ്ടാവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്